ഇതെന്താണെന്ന് വെച്ചാൽ പൂജാ റൂം കയറി വാതിലടച്ചിട്ട് ഞാൻ അടമ്പാച്ചി എന്നെല്ലാം പറഞ്ഞിട്ട് കളിക്കുന്ന ഇങ്ങനെ കുരുത്തക്കേടുള്ള കുട്ടികളുണ്ടാവുക. അത്രക്കും കുരുത്തക്കേടാന്ന്. പിന്നെ തലക്കെല്ലാം ഓരോന്നിട്ട് ഓൻ്റെ ട്രൗസറെല്ലാം തലക്കിട്ട് ഓനെ എന്നാ മെസ്സിയാന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്. ട്രോഫിയെല്ലാം എടുത്ത് അത് ഓന് കപ്പ് കിട്ടിയതാന്നെല്ലാം നീ പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അച്ഛനോട് ഇങ്ങനെ ഓരോന്ന് കുരുത്തക്കേട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാ ചെയ്തത് അങ്ങനെയാ ചെയ്തതെന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആശാൻ. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ രാത്രി തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഫുൾ കൈ ഉള്ള ടീഷർട്ട് ഇട്ട് കൊടുത്തു. അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ എനിക്ക് കുത്തുന്ന് ചൊറിയുന്ന് എനിക്ക് അങ്ങ് അയച്ചാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് അയച്ചു. എന്നിട്ട് പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അച്ചച്ചൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അച്ചച്ചനോട് പറയുന്നുണ്ട് ബോൾ തട്ടിത്താ അച്ചച്ച എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അച്ചച്ചൻ പറയുന്നുണ്ട് ഞാൻ പോവാന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് അച്ചച്ചൻ മെല്ലെ നൈസായിട്ട് അങ്ങ് മുങ്ങി. പിന്നെ ഇപ്പോഴത്തെ ശീലം ഇതാ, ട്രൗസർ തലയിലിടുക, താടി പോലെ ആക്കുക, എന്നിട്ട് ഇങ്ങനെ കളിക്കുക. പിന്നെ ടൗണിൽ പോയപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വാച്ച് വാങ്ങൽ. അപ്പോൾ 2 വാച്ചുണ്ട്. ഒന്ന് അമ്മമ്മ വാങ്ങിക്കൊടുത്തതായിരുന്നു, പിന്നെ ഒന്ന് ഞാൻ വാങ്ങിക്കൊടുത്തു. അപ്പോൾ രണ്ടും ഒരുമിച്ച് കത്തിച്ചിട്ട് കാണിച്ചിരുന്നു. നോക്കി രണ്ടും ഒരുമിച്ചിട്ട് കത്തുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ രാത്രി ആയപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുവാവേനെ പോലെ കണ്ണെഴുതിത്താ പുരിക എഴുതിത്താ എന്നെല്ലാം പറഞ്ഞ് അതങ്ങ് എഴുതിക്കൊടുത്ത് കണ്ണാടിയിൽ നോക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.